നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 17-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മകരമാസം 4-ാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ പൗഷമാസം 27-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:45 അസ്തമയം വൈകുന്നേരം 6:19 ഉദയാൽപരം തിഥി ചതുർത്ഥി തിഥിയാണ്. ചതുർത്ഥി തിഥി ശനിയാഴ്ച പുലർച്ചെ 5:31 വരെ ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ 11:18 മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:46 വരെ ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:46 മുതൽ പൂരം നക്ഷത്രമാണ് ആരംഭിക്കുക. അപ്പോൾ വ്യാഴാഴ്ച ഉച്ചയോടടുത്ത സമയം 11:18 മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:46 വരെയാണ് മക നക്ഷത്ര സമയം. ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മക നക്ഷത്ര ജാതകരാണ്. മക നക്ഷത്രപ്രകാരം അനുകൂലവും പ്രതികൂലവും പറഞ്ഞു തരാം. മക നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച ഉച്ചയോടടുത്ത സമയം 11:18 മക നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:46 അപ്പോൾ മക നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. തൃക്കേട്ട, മൂലം, മകീരം, പുണർദം, അശ്വതി, ഭരണി, ആയില്യം ഇത്രയും നാളുകാർക്ക് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 11:18 മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:46 വരെയുള്ള സമയം അനുകൂലമായ അനുഭവങ്ങളെ നൽകുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 11:18 മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:46 വരെയുള്ള സമയത്ത് മക നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഉത്രാടം, പൂയം, തിരുവാതിര, രോഹിണി എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:46 മുതൽ പൂരം നക്ഷത്രമാണ് ആരംഭിക്കുക. പൂരം നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. തിരുവാതിര, പൂയം, ഭരണി, കാർത്തിക, മൂലം, പൂരാടം, മകം ഇത്രയും നാളുകാർക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:46 മുതൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരും. ഇനി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:46 ആരംഭിക്കുന്ന പൂരം നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. തിരുവോണം, ആയില്യം, പുണർദം, മകീരം എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്, സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ശുഭസമയം, വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. ശുഭസമയം വെള്ളിയാഴ്ച ദിവസത്തെ ശുഭസമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:45 മുതൽ 8:15 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 9:45 മുതൽ 11:15 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11:36 മുതൽ ഉച്ചകഴിഞ്ഞ് 2:15 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 3:45 മുതൽ 5:15 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയങ്ങളിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രം പറയുന്നു. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 17 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 8 വരും. ഏതൊരു മാസം 8, 17, 26 എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. കൂടുതൽ ഉത്കൃഷ്ടമായ ഫലങ്ങൾ വന്നു ചേരാൻ വേണ്ടി കടും നീല, കടും പച്ച, മഞ്ഞ, കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതോടൊപ്പം തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ FP എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉത്കൃഷ്ടമായ ഉത്തമമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. ഇനിയും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനിയും പറയാൻ പോകുന്ന കാര്യം വെള്ളിയാഴ്ച ദിവസം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ്. ആദ്യമായിട്ട് മക നക്ഷത്ര പ്രകാരം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ച് പറഞ്ഞു തരാം. വെള്ളിയാഴ്ച ദിവസം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. വെള്ളിയാഴ്ച ദിവസം ഉച്ചവരെ മകനക്ഷത്രമുണ്ടല്ലോ. മകനക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 11:18 അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:46 അപ്പോൾ ഈ സമയത്ത് മകനക്ഷത്രപ്രകാരം ധനം വന്നു ചേരുന്ന നാളുകാർ അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂർട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം എന്നീ നാളുകാർക്കാണ് മകനക്ഷത്രപ്രകാരം ധനം വന്നു ചേരുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:46 മുതൽ പൂരം നക്ഷത്രം ആരംഭിക്കുകയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:46 മുതൽ പൂരം നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുന്ന നാളുകാരെ കൂടി പറഞ്ഞു തരാം. പൂരം നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുന്ന നാളുകാർ ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകീരം, പൂയം, പൂരം ഇത്രയും നാളുകാർക്ക് പൂരം നക്ഷത്രപ്രകാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:46 മുതൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം.
ഈ ജനുവരി മാസം 21-ാം തീയതി ചൊവ്വ അല്ലെങ്കിൽ കുജൻ എന്ന് പറയുന്ന ഗ്രഹം ഈ കർക്കിടകൻ രാശി വിട്ട് മിഥുനൻ രാശിയിലേക്ക് വക്രഗതിയിൽ പുറകോട്ട് വരികയാണ്. അങ്ങനെ കുജൻ ഈ മിഥുനൻ രാശിയിൽ നിൽക്കുമ്പോൾ ഭൂമി സംബന്ധമായ നേട്ടം വന്നു ചേരുന്ന കുറേ നാളുകാരുണ്ട്. അവരെക്കുറിച്ച് പറഞ്ഞു തരാം. മീനക്കുറുകാർക്കും മേടക്കുറുകാർക്കും നല്ലൊരു സമയമാണ്. ഭൂമി വിൽക്കുവാനും വാങ്ങിക്കാനും ഒക്കെ അനുകൂലമായൊരു സമയമാണ്. മിഥുനക്കുറുകാർക്കും അനുകൂലമായ സമയമാണ്. കർക്കിടകക്കുറുകാർക്ക് അത്ര നേട്ടമല്ല. വസ്തു വിറ്റുപോയെങ്കിലും ലാഭമൊന്നും കിട്ടത്തില്ല, നഷ്ടത്തിലാണ് വിൽക്കാൻ സാധിക്കുക. ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് വന്നു ചേരുക. ഭൂമി സംബന്ധിച്ചുള്ള ഏറ്റവും നേട്ടം ചിങ്ങക്കുറുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അവർക്ക് ഭൂമി വിൽക്കുവാനും വാങ്ങിക്കാനും ഒക്കെ വളരെ അനുകൂലമായ ഒരു സമയമാണ്. ജനുവരി 21 കഴിഞ്ഞാൽ 2 മാസത്തേന് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകുന്നത് ചിങ്ങക്കുറുകാർക്കാണ്. തുലാക്കുറുകാർക്കും നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരും. കന്നിക്കുറുകാർക്ക് ശത്രുതയൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാകും, തടസ്സങ്ങളും ഉണ്ടാകും. മകരക്കുറുകാർക്കും കുംഭക്കുറുകാർക്കും അനുകൂലമായ സമയമാണ്. ഭൂമി സംബന്ധമായുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു അറിവ് വെച്ച് വസ്തുവൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സമയം അതിനുവേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും വസ്തുവൊക്കെ വിറ്റ് കിട്ടും. ഇപ്പോൾ നമുക്ക് സമൂഹത്തിൽ ഇപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള കച്ചവടമൊന്നും നടക്കാത്തത് ഈ കുജൻ എന്ന് പറയുന്ന ഗ്രഹം നീചനായിട്ട് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അതായത് ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഭൂമി സംബന്ധമായ കാര്യങ്ങളൊന്നും ഇടപാടുകളൊന്നും ക്രയവിക്രയങ്ങളൊന്നും ശരിയായ രീതിയിൽ നടക്കുന്നില്ല. ഇനിയിപ്പോൾ അതിനുള്ളൊരു സമയമാണ് 2 മാസക്കാലം. അപ്പോൾ അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ആകും. അപ്പോൾ ഈ 2 മാസം കൊണ്ട് ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വിൽക്കുവാൻ പറ്റുന്ന അനുകൂലമായ സമയമാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.